ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നൊരു തട്ടുകട സ്പെഷ്യൽ അപ്പം മിക്സ് വീഡിയോ ആണ്, റെസിപ്പിയാണ്. ഞാൻ ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളോട് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ തട്ടുകട എന്നൊക്കെ പണ്ട് കഴിക്കാറുണ്ടല്ലോ അപ്പം മിക്സ്. അത് ബീഫായിട്ടും ചിക്കനായിട്ടും ഒക്കെ കിട്ടാറുണ്ട്. ഞാനിന്ന് മുട്ട വെച്ചാണ് ഉണ്ടാക്കുന്നത്. മുട്ടയപ്പം നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഓൾറെഡി മുട്ടയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് എന്താ വെച്ചാൽ നമ്മൾ ഒന്നുമില്ല, ജസ്റ്റ് ഒരു നമ്മൾ പച്ചരി പുതിർത്ത് വെക്കുക. ഒരു 4-5 മണിക്കൂർ കുതിർത്തതിന് ശേഷം നമ്മൾ ചോറ് അല്ലെങ്കിൽ അവൽ കൂട്ടിയിട്ട് അരച്ചെടുക്കുക കേട്ടോ. കട്ടിയിൽ അരച്ചെടുക്കുക, അധികം വെള്ളം ചേർക്കാതെ. അപ്പോൾ ആ ഒരു കൂട്ട് നമ്മളത് രാവിലെ അരച്ച് വെച്ചതിന് ശേഷം നമ്മളത് ഓയിലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മുട്ടയപ്പം റെഡിയാക്കി വെക്കുക. അതിനുശേഷം ഞാൻ ഒരു സവാള, 2 പച്ചമുളക്, മല്ലിയില, 2 മുട്ട, പിന്നെ ചെറുനാരങ്ങയുടെ നീര് അത് ലാസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാനാണ്. പിന്നെ ഇഞ്ചി ഗാർലിക് പേസ്റ്റും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇഷ്ടമല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള, പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി അത് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുക. അതിൻ്റെ ഒരു ഒന്ന് വാടി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഞാൻ മുട്ടയപ്പം ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്കൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 മുട്ട ഞാനത് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ട ഒരു ഉപ്പും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അപ്പം ഒന്ന് കട്ട് ചെയ്ത് എടുക്കണമായിരുന്നു, ഞാനത് കാണിച്ചിട്ടില്ല. നമുക്ക് ഏത് ഷേപ്പ് വേണം കട്ട് ചെയ്ത്, ഞാനിങ്ങനെ ഒന്ന് പിച്ചി ഇട്ട് കൊടുത്തേ ഉള്ളൂ. സ്ക്വയർ ഷേപ്പിലൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാൻ. ചൂടായതുകൊണ്ട് ഞാനൊന്ന് പിച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കൂടി ഒന്ന് ചിക്കി എടുക്കുക. ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചിക്കി എടുക്കാം. അതിലേക്ക് വേണം കുറച്ചും കൂടി കുരുമുളക് പൊടിയും അതുപോലെ മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ അപ്പം മിക്സ്. താങ്ക് യു. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.